പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CH പ്രതിഭ ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? കൊച്ചി. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ മലയാളി കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? റഫീഖ് അഹമ്മദ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി ആരാണ്? പ്രതിഭ റായ്. മക്കളെ, കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ കുറച്ചേ നൽകണുള്ളൂ. നമ്മുടെ ചാനലിൽ കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ മാത്രമുള്ള വീഡിയോ നൽകിയിട്ടുണ്ട്. അതൊക്കെ പോയി കാണണം, നന്നായിട്ട് പഠിക്കണം. കൂടാതെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട്. മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. 2024 ടി ഉബൈദ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആര്? കെ സച്ചിദാനന്ദൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ പേരെന്ത്? നീലു. ചരിത്രപ്രസിദ്ധമായ മിശ്രഭോജനം നടത്തിയതാര്? സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയതാര്? സഹോദരൻ അയ്യപ്പൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി ആര്? മിന്നുമണി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമേത്? ദക്ഷിണാഫ്രിക്ക. വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഏത്? തിരൂർ. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. അമൃതസർ എന്ന സ്ഥലത്ത് വെച്ച് 1919 നടന്നത്. ഇതിന് കാരണമായ ആക്ട് റൗലറ്റ് ആക്ട് ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഗുരുദേവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? രവീന്ദ്രനാഥ ടാഗോറിനെ. ഗാന്ധിജിയെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചത് ആര്? മൗണ്ട് ബാറ്റൺ പ്രഭു. 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആര്? CH മുഹമ്മദ് കോയ. ജ്ഞാനപീഠം നേടിയ ആദ്യ വനിതയാര്? ആശാപൂർണ ദേവി. ആദ്യ വ്യക്തി G ശങ്കരക്കുറുപ്പാണ്. അതറിയില്ലേ? ഓടക്കുഴൽ എന്ന കൃതിക്കാണ് കിട്ടിയത്. മലയാളത്തിൽ 6 പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവസാനം ലഭിച്ചത് അക്കിത്തത്തിനാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയവരിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തി MT വാസുദേവൻ നായരാണ് കേട്ടോ. മക്കളെ, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, മഴവില്ലിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നിറമേത്? വയലറ്റ്. മഴവില്ലിൽ ആകെ 7 നിറങ്ങളാണുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. വെബ് ജിയോർ പറഞ്ഞത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. മുകളിലുള്ളത് റെഡും താഴെയുള്ളത് വയലറ്റും. പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം? പച്ച, നീല, ചുവപ്പ്. പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓർണിത്തോളജി. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ചൂലന്നൂർ. ഇത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂലൈ 5. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരെന്താണ്? കൊഴിഞ്ഞ ഇലകൾ. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏത്? 1920. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് 1920 വന്നത്. 25 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് 1927 3-ാം തവണ വന്നു. 4-ാമത് വന്നത് 1934 ഹരിജൻ ഫണ്ട് പിരിക്കാനാണ് വന്നത്. അന്നാണ് വടകരയിൽ നിന്നൊരു പെൺകുട്ടി, അതായത് കൗമുദി ടീച്ചർ, തൻ്റെ ആഭരണങ്ങളെല്ലാം ഗാന്ധിജിക്ക് നൽകിയത്. ലാസ്റ്റ് വന്നത് 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഭാഗമായിട്ട്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? പാലക്കാട്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏത്? കൊല്ലം. റെയിൽവേ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ എത്ര? 2. വയനാട്, ഇടുക്കി. ഇന്ത്യയുടെ പെലെ എന്നറിയപ്പെടുന്ന കായിക താരമാര്? IM വിജയൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? സ്റ്റേപ്പിസ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? മാലിക് ആസിഡ്.
2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? SK വസന്തൻ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയിലെ മരുഭൂമിയായ താർ മരുഭൂമി രാജസ്ഥാനിലാണ്. അടുത്തത് മെൻ്റൽ എബിലിറ്റിയാണ്. 3, 7, 16, 35. അടുത്ത സംഖ്യ ഏത്? 74. എങ്ങനെ കണ്ടെത്തിയത്? 3ൻ്റെ ഇരട്ടിയോട് 1 പ്ലസ് ചെയ്തു, 7 കിട്ടി. 7ൻ്റെ ഇരട്ടിയോട് 2 കൂട്ടി, അപ്പോൾ എത്ര കിട്ടി? 16. 16ൻ്റെ ഇരട്ടി പ്ലസ് 3, 35. 35ൻ്റെ ഇരട്ടി 70. 70 പ്ലസ് 4, 74. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, വീർഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? രാജീവ് ഗാന്ധി. നെഹ്റുവിൻ്റെ സമാധി സ്ഥലത്തിൻ്റെ പേരെന്ത്? ശാന്തിവനം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത് ചക്രവർത്തിയുമായി ബന്ധമുള്ളതാണ്? അശോകൻ. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? CH മുഹമ്മദ് കോയ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജഡായു പാർക്ക്, ചടയമംഗലം, കൊല്ലം. ജനസംഖ്യാ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട പദമാണ് കന്യാകുമാരി. ഏത് ഭാഷയുടെ സംഭാവനയാണ് ഈ പദം? പേർഷ്യൻ. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം ഏതാണ്? ഫാത്തോമീറ്റർ. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദ് ഏത് തൂലികാ നാമത്തിലാണ് എഴുതിയിരുന്നത്? ആസാദ്. മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ മരണപ്പെട്ടത് ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? തിരുവനന്തപുരം. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ചൊവ്വ. സഞ്ചാര സാഹിത്യകാരനായ SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏത്? ഒരു ദേശത്തിൻ്റെ കഥ. കൈറ്റ് വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പൊതുവിദ്യാലയങ്ങളിലെ മികവുകൾ പങ്കുവെക്കുന്ന റിയാലിറ്റി ഷോ ഏത്? ഹരിത വിദ്യാലയം. കോർണർ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോൾ. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആര്? AN ഷംസീർ. ഒരു വർഷത്തിൽ ആഗസ്റ്റ് 25 വ്യാഴമാണെങ്കിൽ ആ മാസത്തിൽ എത്ര തിങ്കളാഴ്ചകളുണ്ട്? 5. എങ്ങനെ കണ്ടെത്തിയത്? 31 ദിവസങ്ങളുള്ള മാസങ്ങൾ, അതായത് ജനുവരി, മാർച്ച് അങ്ങനെയുള്ള മാസങ്ങൾ, 1, 2, 3 തീയതികൾ, ആ ദിവസങ്ങൾ 5 തവണ ആവർത്തിച്ച് വരും. ആഗസ്റ്റ് മാസത്തിൽ 31 ഉണ്ട്. 25 വ്യാഴമാണെങ്കിൽ 29 ആയിരിക്കും തിങ്കൾ. അപ്പോൾ 5 തിങ്കളാഴ്ച ഉണ്ടാകും. മാത്സൊക്കെ ബോർഡുമ്പോൾ ചെയ്ത് പഠിക്കണം അല്ലേ? LSS ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ പഠിക്കാം കേട്ടോ. LSSന് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗങ്ങളാണ്. നമ്മൾ LSSനായിട്ടൊരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഇത് മുൻവർഷങ്ങളിലെ UP ലെവൽ ചോദ്യപേപ്പറിൽ കണ്ടൊരു ചോദ്യമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് നൽകിയിരിക്കുകയാണ്. ഡൽഹി സിംഹാസനത്തിലേറിയ ആദ്യ വനിതയാര്? റസിയ സുൽത്താന. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.